ഹായ് ഡിയേഴ്സ്, നമ്മുടെ മാമൂസ് മീഡിയ എന്ന ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ വീഡിയോ ഒന്നുമില്ല. നമ്മളുടെ കൊടുങ്ങല്ലൂർ താലപ്പള്ളി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. ഒരു പ്രസിദ്ധമാക്കപ്പെട്ട പണ്ട് മുതലേ നടന്നു വരുന്ന താലപ്പൊലി മഹോത്സവം. അതാണ് ഇവിടെയൊക്കെ പൂരം എന്നല്ല പറയും. ചില നാടുകളിൽ പൂരം എന്ന് പറയും, ഇവിടെ താലപ്പൊലി മഹോത്സവം എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ രാത്രി കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. തിരക്കുകളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ തിരക്ക് കുറഞ്ഞ ഭാഗത്ത് നോക്കിയിട്ട് ഞാൻ വന്ന് വീഡിയോ എടുത്തതാണ്. കാരണം ഓവർ തിരക്കിനിടയിൽ നമുക്ക് ഒന്നാമത് പിള്ളേരും ഇവരെല്ലാവരും കൂടി ആകുമ്പോൾ ആസ്വദിക്കലാണ് മെയിൻ. രണ്ടാമത് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നല്ല എല്ലാവിധ ഐറ്റംസും ഈ ഒരു ഇതിനുണ്ടാവും. പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കത്ര ഇതില്ല, പ്രാധാന്യമില്ല. പണ്ട് കാലങ്ങളിൽ താലപ്പൊലി, കൊടുങ്ങല്ലൂർ ഭരണി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുറേ വീട്ടമ്മമാർ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക. ഒന്നാമത് ചിരട്ടയിലുള്ള ഉൽപ്പന്നങ്ങൾ. ഇത് പഴയ കാല മിഠായി ആട്ടോ. അത് കുറേ ഐറ്റംസ് ഇല്ലേ പഴയ കാലത്തെ. നോക്കി ചക്രത്തിൽ കറക്കുന്ന ഒരു മിഠായി, പുളി മിഠായി, അങ്ങനെ കുറേ ഐറ്റംസ്. പാലിൻ്റെ ടേസ്റ്റിൽ വരുന്നൊരു പശു മിഠായി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ വാങ്ങുന്ന ഈ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മാത്രമായിട്ടൊരു കടയാണിത്. പിന്നെ ഇതുപോലെയുള്ള കുറേ റൈഡുകളുണ്ട് കേട്ടോ. അതിലൊരെണ്ണം ഡേഞ്ചറായ ഒരു സംഭവം കണ്ടിട്ട് നോക്കി നിന്ന് പോയി. അതിൽ ഭയങ്കര സൗണ്ടുണ്ട്, പേടിയുണ്ട്. എന്തായാലും ആൾക്കാർക്ക് കയറുകയും വേണം. അപ്പോൾ കയറി നോക്കിയിട്ട് പിന്നീട് പേടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അയ്യോ അമ്മേ എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടായി ഈ കാണുന്നത്. ഇത് മുകളിൽ കറങ്ങാൻ തുടങ്ങി. ഇത് കൊച്ചു കുട്ടികൾക്കുള്ളൊരു റൈഡാണ്. ഏത് കുട്ടികൾ കണ്ടാലും ഒന്ന് കയറിയിരുന്നപ്പോൾ അതിലോരോരുത്തരുടെ മുഖഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരാണ് ആ വണ്ടി ഓടിക്കണമെന്നാണ് അവരുടെ വിചാരം. ഇത് വളരെ ഹൈറ്റിൽ പോകുന്നൊരിതാണ്. പിന്നെ ഇതുപോലുള്ള ഐറ്റംസ് അത് ഒരുപാട് കടകളുണ്ടാവും. അതായത് ഒരറ്റം തൊട്ട് ഒരറ്റം വരെ ഈ ഐറ്റംസിൻ്റെ കടകളായിരിക്കും. അതുപോലെ ഉണ്ടല്ലോ സ്ത്രീകൾക്ക് ഈ കമ്മൽ ഐറ്റംസിൻ്റെ മാത്രം കടകളുണ്ടായിരിക്കും. എന്ത് ഭംഗിയാണെന്ന് അത് കാണാൻ. അതുപോലെ മാല മാത്രം, കമ്മൽ മാത്രം, അങ്ങനെ ഓരോ ഐറ്റംസ് മാത്രം ആയിട്ട് ഒരുപാടുണ്ടാവും. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്ക് ചാടി ആർമാദിച്ച് കളിക്കാനുള്ളതാണ്. ഈ അച്ഛനമ്മമാരുടെ ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ടേ ഇങ്ങനെ തിരക്കിൽ കൊണ്ടുപോയിട്ട് അവശതയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരെ പിടിച്ചിട്ട് ഇങ്ങനത്തെ ഉള്ളതിൽ ഓരോന്നിലാക്കും. അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ കളിച്ചോളൂ. ഈ റൗണ്ട് ചുറ്റണേ. അങ്ങനെ മരണക്കിണറാണ് അറ്റത്ത് കാണുന്നത്, കിണറിൻ്റെ ഷേപ്പിലുള്ള. കണ്ട ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അയ്യാ അമ്മേ എന്നും പറഞ്ഞ് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അതിൽ ചാടി പിടിച്ച് കയറും. എന്ത് സൗണ്ടിലാണെന്നറിയാം, പേടിച്ചിട്ട്. അതേപോലെ ബെഡ്ഷീറ്റിൻ്റെ കുറേ ഇതുകൾ. ഇതിന് കുറേ ഓഫേഴ്സ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരു ഓഫറുണ്ട് 50%. 3 ഡബിൾ ബെഡ്ഷീറ്റ് 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കേട്ടോ. ഇതാണ് മരണക്കിണർ. അവിടുത്തെ പാട്ട് വച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അമ്പലത്തിൽ എന്താ പറയുക, മാപ്പിളപ്പാട്ട് വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ തകർക്കുന്നത്. അതാണ് ഞങ്ങളുടെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂർക്കാരുടെ ഒരു അഹങ്കാരമാണ് ഈ താലപ്പൊലി എന്ന് പറയുന്ന സംഭവം. വളരെ ഫേമസാണ്. പണ്ടൊക്കെ ഈ 4 താലപ്പൊലി കഴിഞ്ഞ് വരുമ്പോഴും ഇതഴിച്ചിട്ടുണ്ടാവില്ല. വീണ്ടും 7 ദിവസം തിരക്കുണ്ടാവും. അപ്പോൾ ഈ തിരക്കിലൊക്കെയാണ് കുറേ വീട്ടമ്മമാർ വന്നുകഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങൾ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ചിരട്ട കൊണ്ടുള്ള സാധനങ്ങൾ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അതുപോലെ പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, അങ്ങനെ അതുപോലെ കിച്ചൺ ഐറ്റംസൊക്കെ കുറേ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസായിട്ട് അമ്മമാരെ കണ്ണിലൊക്കെ പെടും. ഓരോ കൊല്ലം ഇവർ അതിന് വേണ്ടി കൊണ്ടുവരും. അങ്ങനെ ഇപ്പം ചൈനീസ് ഉള്ളതുകൊണ്ട് പറയാൻ വേണ്ട. എന്നാലും കുറേ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും കിച്ചണിൽ വേണ്ട. അപ്പോൾ അതൊക്കെ ആയിട്ട് അമ്മമാരുടെ ഒരു ലോകമായിരിക്കും ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഭാഗത്തിട്ടോ. ഇത് കിച്ചണിലുള്ള ഐറ്റംസ്, അതുപോലെ കുട്ടികൾക്കുള്ളത് എല്ലാം ഉണ്ടാവും. ഇതിനൊക്കെ ഓഫർ പ്രൈസ് ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ തിരക്കിൻ്റെ കാരണം. ഓഫറായിരിക്കും എല്ലാ സാധനത്തിനും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഓഫറായിരിക്കും. കണ്ടോ, ഈ ഐറ്റംസൊക്കെ ഇതിലുണ്ട്. ഇതൊക്കെ കിച്ചണിനെ ഉദ്ദേശിച്ച് മാത്രമുള്ളതാട്ടോ. ഇതൊക്കെ ടോയ്സ് ഐറ്റംസാണ്, കുട്ടികൾക്ക് വേണ്ടി ടോയ്സ്. ഇത് എന്താ പറയുക, നമ്മളുടെ ഇതിലും ഉണ്ടാവും. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതുപോലുള്ള സ്റ്റീൽ ഐറ്റംസിൽ വരും. എന്തിനാണെന്നറിയോ, ചോറ് പാത്രത്തിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ കറിപ്പാത്രം ഉണ്ടാവും. ഇന്ന് ടിഫിൻ ബോക്സിൽ ഓൾറെഡി ഉണ്ട്.
അതല്ല, പണ്ട് അങ്ങനെയല്ല. അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ ആ പാത്രങ്ങൾക്ക് പല പല ഓരോ കൊല്ലം വേറെ വേറെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മളത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അന്നത്തെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ആ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ളത് കിട്ടും. ഇക്കൊല്ലം ഒരു കൊല്ലം, അന്നൊക്കെ ഒരെണ്ണം ഒരു കൊല്ലം ഉപയോഗിക്കും. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് മിനിമം 3-4 വേണം. ഒരു ദിവസം ഒരെണ്ണം കൊണ്ട് നാളെ ആ പാത്രത്തിൽ മതിയിട്ടാ ഫുഡ് എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് എത്തി. പണ്ട് അങ്ങനെയല്ല. ഒരു കൊല്ലം ഒരു ചോറും പാത്രം, അതിനൊരു കറി പാത്രം മേടിച്ചാൽ അതായിരിക്കും. ഒരു വാട്ടർ ബോട്ടിലാണെങ്കിൽ അതായിരിക്കും ആ കൊല്ലം മുഴുവൻ. കണ്ട ചിരട്ടയുടെ ഉൽപ്പന്നങ്ങളൊക്കെ എന്തോരം ഐറ്റംസാണെന്നറിയോ. ഇവിടെ വീട്ടമ്മമാർ നിരന്ന് നിൽക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കാണ്ടാണത്. ഒരു ഗ്യാപ്പ് പോലില്ല. പിന്നെ കണ്ട ഏതെടുത്താലും 20 രൂപ. അതിൻ്റെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലാഭം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉള്ള ടോയ്സ് ഇതൊന്നും 20 രൂപക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല. അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ പെൺകുട്ടികൾക്ക് ഹെയർ ബാൻഡ് ആയാലും എല്ലാ ഐറ്റമും ഉണ്ട്. തിരക്കിൻ്റെ കടുപ്പം കൊണ്ട് എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. മാമൂസ് അതിൻ്റെ ടക്ക് ഗോൾ അടിച്ചിട്ടുണ്ട്. മാമൂസ് യാതൊരു കുറവും വരില്ല. അതെ, എനിക്ക് കുറച്ച് ബണ്ണ് വേണം, ഓക്കെ. പിന്നെ വേറെ ഒരു ഫ്ലവർ ഷേപ്പിൽ 2-3 ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ വേണം. ഈ ഐറ്റംസിൽ നിന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. ക്രാബിൻ്റെ തന്നെ ഒരു ഫ്ലവർ ഇരിക്കുന്ന പോലെ തോന്നണം. അങ്ങനത്തെ അതൊക്കെ 20 രൂപയേ ഉള്ളൂ. നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ 60-80 രൂപയാണല്ലോ ഒരെണ്ണത്തിന്. ഈ സാധനം 20 രൂപയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെന്ന് വെച്ചാൽ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം, ഇങ്ങനെ ഉള്ള സന്ദർഭത്തിൽ വന്നിട്ട് വാങ്ങണതിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് എത്ര ആവശ്യമില്ലെങ്കിലും വാങ്ങി പോകും. അതാണ്. മൈലാഞ്ചി എണ്ണ ചേട്ടനോട് ഇരിപ്പുണ്ട് കേട്ടോ. അതുപോലെ സിന്ദൂരത്തിൻ്റെ ഒരു ഭയങ്കര ലോകം തന്നെ ഉണ്ടായിരുന്നു. അതിന് പറ്റിയൊരു പാത്രം എന്ത് രസമാണെന്ന് അറിയാതെ കാണാൻ. പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പൊരി, എന്നിട്ടാണ് ഉഴുന്നുവട, അങ്ങനെയുള്ള ഐറ്റംസുകളുണ്ടല്ലോ, പണ്ടത്തെ സാധനങ്ങൾ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പുതിയവന്മാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയ മോഡൽ ഐറ്റംസുകളാണ്. ഇതൊക്കെ പഴമക്കാരുടെ ഐറ്റംസ് തന്നെ കേട്ടോ. പക്ഷെ ഇതിലൊരു സാധനമുണ്ട്, മഞ്ഞൾ കട്ട പോലത്തെ ഒരു സാധനമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. എന്താ ഇവിടെയൊക്കെ മധുരസേവ എന്ന് പറയുക. അതൊരു കൊള്ളിപ്പൊടിയുടെ ഐറ്റംസാണത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത് നോക്കിയേ, തൊട്ടടുത്തായിട്ട് കണ്ടൊരു ഇതാണ് കേട്ടോ. നമ്മളെ ഹാങ്ങിങ്സായിട്ട് ജിമിക്കിയുമായിട്ട് കമ്മലുകളുടെ മാത്രം ഒരു ഷോപ്പ്. അയ്യോ, എന്തെല്ലാം വെറൈറ്റികളാണെന്നറിയോ. കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, എത്ര ആവശ്യമില്ലെങ്കിലും ചിലപ്പോൾ വാങ്ങിപ്പോകും. ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ ഒന്നിട്ട് നോക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വാങ്ങിപ്പോകും. വീഡിയോ എടുത്തെടുത്തെടുത്തെടുത്ത് എൻ്റെ കൈയൊക്കെ കഴക്കും. കാരണം ഇതിൻ്റെ അറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊന്നല്ല, ഇതൊക്കെ ഒരുപാടുണ്ട്. ഇത് ഓരോ ഭാഗവും പോയി വ്യക്തമായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റൂല, അത്രയും അധികം ഉണ്ട്. ഒന്നാമത് വീഡിയോ ഇങ്ങനെ ലെങ്ത്ത് കൂടിപ്പോകും. ഇത് 50 രൂപ മുതൽ 100 രൂപ മുതലുള്ള വാച്ചുകൾ കുട്ടികൾക്ക് തൽക്കാലം കുഞ്ഞു കുട്ടികളൊക്കെ പറ്റിക്കാൻ നല്ല സൂപ്പർ സാധനങ്ങളാണ്. പിന്നെ ഇത്തിരി വില കൂടിയ ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാണെങ്കിൽ പല കളേഴ്സായിട്ട് ഉപയോഗിക്കാൻ കൂളിംഗ് ഗ്ലാസ് മുതൽ എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ ഫ്രീക്കം പിള്ളേരുണ്ടല്ലോ, അവർക്ക് ഏറ്റവും ഉപയോഗമുള്ള സാധനം. ഒരുപാട് ഫ്രീക്കം പിള്ളേരായിരുന്നു അവിടെ തിരക്ക്. ഇനിയത്തെ ഒരു കോലാഹലം നോക്കി കഴിഞ്ഞാൽ മാല മാത്രം കേട്ടോ. ഇനി മാലയുടെ മാത്രം ഒരു ലോകം ഞാൻ കാണിച്ചു തരാം, കുറച്ച് കഴിയട്ടെ. ഞാൻ കണ്ടു നേരത്തെ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെടികളും ഉണ്ട് കേട്ടോ. ഹരിതയുടെ ഇതാണ് തോന്നുന്നുണ്ട്. എല്ലാ വിത്തുകളും ചെടികളും എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഇതിലുൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ നടന്ന് നോക്കിയ കുറേ വിത്തുകൾ നമ്മൾ വാങ്ങി. ഇത് ഫ്ലവേഴ്സിൻ്റെ ഉണ്ട്, വെജിറ്റബിൾസിൻ്റെ ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചില സമയത്ത് നമ്മൾ കടകളിൽ നിന്നല്ലാതെ വേറെ ഇത് വന്ന് വാങ്ങിയാൽ മുളക്കാറില്ല. ഈ ഐറ്റംസ് എല്ലാം മുളക്കും. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ഞാൻ മിക്ക കൊല്ലങ്ങളും വാങ്ങാറുണ്ട്. ഗ്രോ ബാഗും ഇതും എന്തായാലും വാങ്ങും. അപ്പോൾ ഉണ്ടല്ലോ, ഏതൊരു ഹരിത നഴ്സറിയുടെ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനതിൻ്റേതായ വാല്യൂ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്തിരി റേറ്റ് ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റി സാധനങ്ങളാട്ടോ. അതേപോലെ തന്നെ അടുത്ത ഇത് നോക്കിയേ, ഇത് കീ ചെയിനുകളുടെ ഒരു ലോകമാണ്. കീ ചെയിൻ മാത്രം ഒരു ഷോപ്പിൽ മൊത്തം കീ ചെയിൻ. ഒന്നാലോചിച്ച് നോക്കിയേ, കീ ചെയിൻ പല ടൈപ്പ്. മരത്തിൻ്റെ ടൈപ്പ് ഞാൻ വേറെ കണ്ടു, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മെറ്റൽ ടൈപ്പുകളൊക്കെയാണ്. ഇത് മോതിരം. ഈ മോതിരത്തിന് നമ്മൾ പണ്ട് പേരെഴുതുന്നൊരിതുണ്ടായിരുന്നു. അത് പണ്ടുണ്ട് ഇപ്പോഴുണ്ട്. അരിമണിയിൽ വരെ പേരെഴുതുന്നൂന്ന്. എന്താ കഥ. എന്നിട്ടത് കീ ചെയിനായിട്ടും മാലയുടെ ലോക്കറ്റായിട്ടും ആക്കിയെടുക്കണ ഒരു അവസ്ഥയുണ്ടല്ലോ.
ഇത് നോക്കിയേ, ഇത് മരം ഉണ്ടല്ലോ, മരത്തിൻ്റെ വളരെ കനം കുറവാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു കട്ട പോലെ ഭയങ്കര വെയിറ്റ് ഉണ്ടെന്ന്. ഒരു വെയിറ്റുമില്ല. ഇതിൽ പല ഡിസൈൻസ്, പല ദൈവങ്ങളുടെ ഫോട്ടോസ്, അതേപോലെ പല എഴുത്തുകൾ, പല രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. ഫ്രീക്കന്മാർക്ക് പറ്റിയവരുണ്ട്, പ്രായക്കാർക്ക് പറ്റിയവരുണ്ട്, എല്ലാ ടൈപ്പിലുള്ള ഇതുകളും അതുമല്ല അച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എഴുത്തുകളും ഉണ്ട്, ഫോട്ടോസും ഉണ്ട്, ഒക്കെ ഉണ്ട്. മാമൂസ എന്നൊരെണ്ണം പൊക്കെയാണ്. മാമൂസേ അമ്പട്ടാ, അതേതോ ഒരെണ്ണം കണ്ടു, അതവിടെ നിന്ന് പൊക്കി, ഒരു രക്ഷയില്ല. പിന്നെ വളകളുടെ ഒരു കൂട്ടം നോക്കി. അയ്യോ, പണ്ട് കുപ്പിവെള്ളം ചെറിയ ഇതിൽ വണ്ണം കുറഞ്ഞ കുപ്പിവെള്ളം നിറച്ചിട്ടിട്ട് ഇങ്ങനെ കിലുക്കി കൊണ്ട് നടക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മെറൂണ്, ഡാർക്ക് ഗ്രീനൊക്കെ ഉപയോഗിച്ചിട്ട്. ഇപ്പം ആ ശീലങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വളകൾ കണ്ടപ്പോഴുണ്ടല്ലോ ഓർമ്മ വന്നു. കുഞ്ഞു കുട്ടികൾക്ക് കുറേ മാമൂസൊക്കെ ഇട്ടിട്ടുണ്ട്. മാമൂസ് എല്ലാ കളറും, ഞാൻ ഇങ്ങനത്തെ മേടിച്ചിട്ട് എല്ലാ കളറും ഇട്ട് നടത്തിക്കും. ഈ സ്വർണ്ണവളയുടെ ഇടയിൽ ആയിട്ട് ഞാൻ ഇടിച്ച് നടത്തിക്കും, അത് ഓരോ ഡ്രസ്സിൻ്റെ കളേഴ്സിലൊക്കെ. പക്ഷേ ആൾക്ക് വലിയ ഇഷ്ടമാവാറില്ല. കുഞ്ഞാണെങ്കിലും ഇതുണ്ട്. ഇതൊക്കെ ഒരു സംഭവം നോക്ക്. പണ്ട് കുതിരയായിരുന്നു, ഇപ്പം തവളയായി. അതിനൊരു ഓപ്പറേറ്റർ ഉണ്ട് കേട്ടോ. ഓപ്പറേറ്റർ ഇവിടെ ഇരിക്കണ്ടേ. കണ്ട ഈ ഐറ്റം, ഇത് പല കിളികളുണ്ട്. അതേപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. തവള ചാടുമ്പോഴേ രസമുള്ളൂ, കിളി ചാടുമ്പോൾ. ഇവന് കൊട്ടിക്കൊണ്ടേയിരിക്കുക. ഉത്സവത്തകൃതിയായി നടക്കുമ്പോൾ ഇവൻ കൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് എത്ര നേരം കൊട്ടു ആവോ. ഈ ഉത്സവ പറമ്പിൽ വന്നിട്ട് ഇത് വാങ്ങി കൊടുത്തിട്ട് പിള്ളേർ വീട്ടിൽ പോകുമ്പോൾ ഉത്സവത്തിൻ്റെ ആ ഓർമ്മ കുറേ ദിവസം നിൽക്കും. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് സിന്ദൂരം, പല കളറിൽ നെറ്റിയിൽ സ്ത്രീകളിടുന്ന സിന്ദൂരം ഉണ്ടല്ലോ, അതിനിടാനുള്ളൊരു പാത്രം ഇട്ടാ കണ്ടത്. നമുക്ക് വീണ്ടും വീണ്ടും വേഗം പോകാം. അധികം നേരം നമുക്ക് നിൽക്കാനുള്ള ടൈമില്ല. കാരണം ഒരുപാടുണ്ട്. അവിടെ മൊത്തം കവർ ചെയ്ത് വരണം. ഇവന്മാർക്ക് കാണിച്ചു കൊടുക്കണ്ടേ. ആ അറ്റത്തൊക്കെ കണ്ടോ, തൊട്ടിക്കൂഞ്ഞാല അങ്ങനെയാണ് പറയാ പണ്ട് അതിന്. പിന്നെ മരണക്കിണർ. പിന്നെയും ഇവിടെ സ്റ്റഡുകളുടെയും ജിമിക്ക് കമ്മലിൻ്റെ ഒക്കെ മാത്രം, കൊട്ടക്കമ്മൽ ജിമിക്ക് കമ്മൽ എന്നൊക്കെ പറയും, അതിൻ്റെ മാത്രം കുറേ കണ്ടു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നമ്മളേ ഒരെണ്ണം എടുക്കാൻ ശ്രമിക്കുമ്പോൾ തോന്നും ഇതിനേക്കാൾ ഭംഗി അതാണ്. അതെടുക്കാൻ നോക്കുമ്പോൾ ഇതിനേക്കാൾ. ഇത് സ്റ്റഡ് ഐറ്റംസാണ് കംപ്ലീറ്റ് ആണ്. ഇത് ഹാങ്ങിങ്സാണ് വരുന്നത് കേട്ടോ. കണ്ടോ എന്ത് രസമാണ്. ഇത് ഷോപ്പ് ഒന്നല്ല, അവരെന്തോ ഒരു ഇതുമ്മൽ കൊണ്ടുവന്നിട്ട്. ഇന്ന് മഴത്തുള്ളി എന്ത് രസമല്ലേ ഇത്. അത് പണിതെടുക്കുന്നവരെ മൈൻഡിൽ വരുന്ന ഐഡിയ ഭയങ്കരം തന്നെ. കൊള്ളാം, നല്ല രസമുണ്ട് ഇതൊക്കെ അല്ലേ കാണാൻ. ഒന്നിനൊന്നും മെച്ചം. കാണുമ്പോൾ വാങ്ങാൻ തോന്നും, പക്ഷേ ഇടാത്തത് കൊണ്ട് വലിയ താല്പര്യമില്ല. കാണുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇതെല്ലാം. ഇനി നമുക്ക് മാലയുടെ കളക്ഷൻസ് കാണിച്ചു തരട്ടെ ഞാൻ. ഈ മാലകൾ നോക്കിയേ, മുത്തുമാലകൾ, സാരിക്കൊക്കെ ഉപയോഗിക്കുന്ന ചേച്ചിമാരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് മാലകളാണ്. ഇത് ഒന്നിച്ചിങ്ങനെ കൊലകൊലായിട്ട് കിടക്കണ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. കണ്ടോ, ഇത് വലിയ മുത്തുകളിൽ വന്നിട്ടുണ്ട്, ഇത് കുഞ്ഞ മുത്തുകളിൽ വന്നിട്ടുണ്ട്, വലിയ ലോക്കറ്റായിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഇത് ഒറ്റയായിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയില്ല. 100 രൂപയുടെ ചെറിയ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വലിയ വില കൂടിയതാണെങ്കിലും താഴെ കുറേ 100 രൂപ ഐറ്റംസ് ഇവർ വെച്ചിട്ടുണ്ട്. കണ്ട പാലക്കാമാല, അത് പല കളറിലും പല വെറൈറ്റിയിലും വന്നിട്ടുണ്ട്. ഇത് ഒരെണ്ണം രണ്ടെണ്ണമല്ല, ഒരുപാടുണ്ട്. ഇത് ഇങ്ങനെയുള്ള ഐറ്റംസാണ്. താഴെ ഇങ്ങനെ നിരത്തിയിട്ട ഐറ്റംസാണ് 100 രൂപയുടെ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് ഒന്നിച്ചിങ്ങനെ കിടക്കണത് കാണുക ഒറ്റയായിട്ട് നമ്മൾ ദേഹത്തിടുമ്പോൾ ഇത്ര ഭംഗി ഞാൻ കാണുന്നില്ല. കാരണം അവിടെ ഓരോരുത്തർ ഇട്ട് നോക്കുമ്പോൾ ആ ഭംഗിയില്ല. ഇത് ഒന്നിച്ചിപ്പോൾ ഒരാൾക്ക് ഇടാനും പറ്റുകയില്ല, ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ഇതിങ്ങനെ കിടക്കണ ഭംഗി ഒറ്റയ്ക്കില്ല. അതിനിടെ മാമൂസ് ഗോളടിച്ചു. അവൻ്റെ മുഖം നോക്കി ഇങ്ങായിട്ട് കൊഞ്ഞനം കുത്തുന്നുണ്ട് കേട്ടോ. കേട്ടാ എന്തൊരു ഭംഗിയാ. എന്നോട് പറയാ, അയ്യോ അതേ എന്നെ തിരിഞ്ഞു നോക്കണം. ഇതേപോലെയുള്ള പൊട്ടത്തരങ്ങൾ ഇതിൽ കേൾക്കാം. ശരിക്കും ആ ഷെയ്പ്പ് അതാട്ടോ. അത് ഉണ്ടാക്കി വെച്ച പടച്ചു വെച്ചിരിക്കുന്ന ഭയങ്കര രസമാണ്. അത് കുറേ ഉണ്ട്. അതിലൊരെണ്ണം പൊക്കി. ഈ ഒരു എവിടെ വന്നാലും ഇതുപോലൊരെണ്ണം പൊക്കിയില്ലെങ്കിൽ മാമൂസിന് ഒരു ഇതുമില്ല. എന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ എവിടെ തിരിഞ്ഞാലും ഈ വക ഐറ്റംസ്. ഇത് പൊടി പിടിച്ചാലാണ് ഉള്ള തലവേദന മൊത്തം. കണ്ട മാല ഐറ്റംസ്, മോതിരം ഐറ്റംസ്, ഈ സെക്ഷൻ മുഴുവൻ മോതിരമാണ്. ഇതിൽ പേരെഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാത്ത മെറ്റൽ ടൈപ്പും ഉണ്ട് കേട്ടോ. പിന്നെ
ആണുങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ പോവാനുള്ള നേരമായി. കാരണം പാർക്കിങ്ങിൻ്റെ ഏരിയ നിങ്ങൾ വരുന്നവർ തെക്കേ നടയിൽ പാർക്ക് ചെയ്യാൻ വിചാരിക്കേണ്ട. കാരണം അവിടെ ഫുള്ളാണ്. അതിൽ പെട്ടുപോയ അവസ്ഥയിൽ ഇതുപോലെ വഴിയിലൊക്കെ ഇടേണ്ട അവസ്ഥ വരും. ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റുകയില്ല, കച്ചവടക്കാരും കാര്യങ്ങളായിട്ട്. ഈ ഭാഗത്ത് പാർക്കിംഗ് നിരോധിച്ചിരിക്കുക. ഇതാണ് കേട്ടോ ആനകളെ 9 ആനകൾ അണിനിരക്കുന്ന ആനപ്പന്തലാണ് കാണുന്നത്. രാത്രി ആയതുകൊണ്ട് ആന വീട്ടിൽ പോയി. ഹൈറ്റുകൾക്കും ഭക്ഷണം കഴിക്കണ്ടേ. ഇപ്പം ഇതൊക്കെ നോക്കിയേ, ഈ ലൈറ്റ് ഇത് എന്തോ ചെയ്തിട്ട് മേലേക്കൂടെ മേലേ പോയിട്ട് കത്തുന്നതാണ്. പിന്നെ ഇവന്മാർ ചൂട്ടോടെ കഴിക്കാൻ പറ്റിയ കുറേ ഐറ്റംസുകളും കാര്യങ്ങളും ആൾക്കാരും ഇവിടെ കുറേ ഉണ്ടാവും. ഒരു സ്ഥലത്ത് 2 സ്ഥലത്ത് 5 സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്തുണ്ടാവും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു പൂരം കണ്ടൊരു പ്രതീതിയായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഹാപ്പി ആയില്ലേ, സന്തോഷമായില്ലേ? അപ്പോൾ എല്ലാവർക്കും താലപ്പൊലി ആശംസകൾ. ഓക്കെ, ബൈ ബൈ.